ഹലോ, അസ്സലാമു അലൈക്കും. എന്താ മഴ, എന്താ തണുപ്പ്! വാ, അടിപൊളി. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയും കാറ്റും, ബാൽക്കണിയിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ഇത്രയും മഴ പെയ്തോ എന്ന് തോന്നിപ്പോൾ. ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എണീച്ച് രാവിലെ തന്നെ ചെടിക്ക് വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ച് രാവിലെ നനഞ്ഞ് നിൽക്കുന്ന ഒരു പച്ചപ്പ്, ആ ചെടിയും പൂക്കളൊക്കെ കാണാൻ എന്തോ മനസ്സിനൊരു ഇതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കൈ തുടക്കാൻ, നമ്മൾ പാത്രങ്ങളെല്ലാം തുടക്കാനായിട്ടുള്ള തുണി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ. എന്താ പറയുക, ഒന്ന് വാഷ് ചെയ്യാനൊരു ക്വിക്ക് വാഷ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഫ്രിഡ്ജിലതേ പത്തിരി എടുക്കുന്നുണ്ട്. അങ്ങനെ അതെടുത്ത് ഒന്ന് സ്റ്റീം ചെയ്ത്, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ കറിയെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് നല്ല മടിയായിരിക്കും, പ്രത്യേകിച്ച് തണുപ്പും. അപ്പോൾ രാത്രിയോ അല്ലെ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ആ കറിയും ചായയും പത്തിരിയെല്ലാം കൂടി തന്ന് പിന്നെ ഉച്ചക്ക് ലഞ്ചൊന്നും ആക്കിയില്ല കേട്ടോ. പുറത്തു നിന്ന് ഒരു ഇളനീർ ഷേക്കും ക്ലബ് സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് പിന്നെ ഇന്നലത്തെ വിശേഷമാണ്. ഇന്നലെ എനിക്ക് മെഡിക്കൽ എടുക്കാനുണ്ടായിരുന്നു, വിസ റിന്യൂവിൻ്റെ. അപ്പോൾ എന്താ പറയുക, അവിടെ എല്ലാം ഒന്ന് പോയി. 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാനീ പറയുന്നത്. പിന്നെ ഇന്ന് നല്ല മഴയില്ലായിരുന്നു. പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു റൂമിൽ പോകാനുണ്ടായിരുന്നു ഷാർജയിൽ. അങ്ങനെ അവളെ കണ്ട് ആടുന്ന് പിന്നെ വർത്താനെല്ലാം പറഞ്ഞ് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ പിന്നെ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ്, നോമ്പെല്ലാം എടുത്തില്ലേ. അങ്ങനെ ഇനി അടുത്ത ദിവസം നോമ്പല്ലാണ്ട് അതിൻ്റെ കുറച്ച് സാധനം വാങ്ങിക്കാനും. അവിടെ നോക്കിയപ്പോൾ ഈ ചക്ക കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ വളപ്പിലൊക്കെ അടിഞ്ഞ് കിടക്കുന്ന ചക്കയാണ്. ഇവിടെ എന്താ വില, വാങ്ങിച്ചാലോ ഒരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. അങ്ങനെ കുറേ ചക്ക ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, രാത്രി ലേറ്റ് ആയിനേനും. അങ്ങനെ ചടപടേന്ന് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. പിന്നെ ആദ്യം പോയി അങ്ങനെ എന്തെങ്കിലും കുടിക്കാനെടുക്കുമ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഈ സ്ട്രോബെറി മിൽക്ക്. എനിക്കത് മാത്രമേ ഭയങ്കര കുടിക്കാൻ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും കുടിക്കില്ല. പിന്നെ ഇതാ പനീർ, തൈര്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നോമ്പിന് കൂടുതൽ ചിലവാകുന്ന അങ്ങനത്തെ ഇങ്ങനെ എന്തെല്ലോ സാധനമെല്ലാം എടുത്ത്. പിന്നെ അതൊന്നും ഡീറ്റെയിലായിട്ട് എടുത്തില്ല വീഡിയോ. പിന്നെ ഇതായത് നല്ല അടിപൊളി സമൂസയാണ്. ഇത് ഫ്രോസൻ്റെ, എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ വെക്കാം. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് അമ്മീസ്. വേറെ എന്ത് ബ്രാൻഡ് ഉണ്ടായാലും എനിക്ക് അമ്മീസിൻ്റെ മാത്രം ശരിയാവും. പിന്നെ നേരിയരി. അങ്ങനെ ഇതാ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. എത്തിയപാട് ചിക്കനെല്ലാം ആദ്യം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒരുക്കി കബോർഡിൽ എടുത്ത് വെക്കുക, ബോട്ടിലെല്ലാം ഇട്ട് വെക്കുക, അങ്ങനത്തെ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ഇതാ കടുകൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇടണം എന്നല്ലേ, കടുവേറിയാൽ കലമ്പയും അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ബോട്ടിലെല്ലാം നിറയ്ക്കലായിരുന്നു പണി. ഗരം മസാല, പിന്നെ എല്ലാം കൊണ്ടുവന്ന് രാത്രി തന്നെ എല്ലാം ഫുൾ സെറ്റാക്കിയിട്ടേ കിടക്കും. പിന്നെ രാവിലത്തേക്ക് പിന്നെ നല്ല മടിയായിരിക്കും. അപ്പോൾ എല്ലാം ഒന്നൊരുക്കി ക്ലീൻ ചെയ്തിട്ട് ഇത് മിൽക്ക് മെയ്ഡിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കുഞ്ഞ് ബൗളും ഫ്രീ കിട്ടുന്നുണ്ട്. ഫ്രീ നമ്മളെന്ത് ഓഫറിലായാലും ഫ്രീ ആയാലും എന്ത് ചെറിയ സാധനം കിട്ടുമ്പോഴും നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഇതാ ഓരോന്നും പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി നല്ലോണം ലേറ്റായി, 11:30 എങ്ങാണ്ടായി സമയം. പക്ഷെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു സമാധാനമായിരിക്കും, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ. ഇങ്ങനെ കവറെല്ലാം ഇനിയൊന്ന് മടക്കിയെല്ലാം നടുക്കി പെറുക്കി വെച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വലിയൊരു ചെടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെ നോക്കാനും എന്താ പറയുക, അതൊന്ന് വെള്ളം അടിക്കാനൊക്കെ കുറച്ച് പണിയുണ്ട്. കിച്ചണിൽ അവിടെ വെക്കാനുള്ളൊരു പ്ലേസും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെല്ലാം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അപ്പോൾ ഇപ്പം തന്നെ ആ പണി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനിങ്ങനെ ഇതാ മണ്ണ് മാന്തിയെടുത്ത്. ഇതിങ്ങനെ തന്നെയാണോ പറിച്ച് നടാം എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എത്ര ദിവസം നിൽക്കും ചെടിയും പൂവും എന്നെല്ലാം. ഇങ്ങനെ ഞാൻ ഈ കുഞ്ഞ് എന്താ പറയുക, ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പോട്ട്. അപ്പോൾ അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇന്നലെ രാത്രിയായിരുന്നു ഈ പണിയൊക്കെ. രാവിലെ ആയപ്പോൾ നല്ല മഴയും നല്ല എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലെ ഇന്നും നടന്ന എൻ്റെ വിശേഷങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.